ഹായ് മക്കളെ എല്ലാവർക്കും സുഖം തന്നെയല്ല. നിങ്ങളേവരും ആശിച്ച് കാത്തിരിപ്പുള്ളത് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും എത്ര മാർക്കിന്റെ ചോദ്യം വരും, അഥവാ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് തന്നെയായിരിക്കും. നമ്മുടെ ക്രിസ്മസ് എക്സാം അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ നമ്മുടെ മുന്നിലും അതിനുള്ള പ്രിപ്പറേഷൻ ഒക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിനൊക്കെ ബൂസ്റ്റപ്പ് ആയിട്ട് ഞങ്ങൾ സൈലം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. പാർട്ടിസിപ്പേഷൻ ആണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഓരോ ലൈവിലും സൈലം ടീമിന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. സോ മക്കളെ, ഒട്ടും തന്നെ സമയം വൈകിപ്പിക്കാതെ നമുക്ക് ചാപ്റ്റർ വൈസ് വെയിറ്റേജിലോട്ട് കിടക്കാം. നമ്മൾ ചുമ്മാ ബ്ലൈൻഡ്ലി തള്ളുവല്ല, ഒരിക്കലും അല്ല. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അനലൈസ് ചെയ്ത് ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതൊക്കെ നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഒതന്റിക്കലി നമുക്ക് നോക്കാം നമ്മുടെ 2023 ക്രിസ്മസ് പരീക്ഷയിൽ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും എത്ര മാർക്കിന്റെ ചോദ്യം വരും. നമുക്ക് മുൻ വർഷത്തെ ചോദ്യ പേപ്പറിന്റെ വെയിറ്റേജ് പ്രകാരം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോവാണ് മക്കളെ. സോ ഒരു കാര്യം നോർമലി ഇനീഷ്യലി തന്നെ പറയുകയാണ്, ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും നിങ്ങൾ ഒരു വെയിറ്റേജ് പ്രതീക്ഷിക്കരുത്. അത് ക്രിസ്മസ് എക്സാമിന് വരാൻ പോകുന്നില്ല. സോ നമ്മൾ പറയുന്ന വെയിറ്റേജ് പ്രകാരം നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകുക. റൈറ്റ്, ഓക്കെ. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലായി 2017, 18, 19 പിന്നെ അതിനുശേഷം 22 വന്നിരിക്കുന്നത്. നമുക്കറിയാം 20, 21 പറയുന്നത് കൊറോണ നമ്മുടെ കൊണ്ടുപോയതാണ്. അതുകൊണ്ടാണ് ആ 2 വർഷങ്ങളിൽ എക്സാം നടക്കാതിരുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത നമ്മുടെ ഈ 2022 പരീക്ഷയിൽ ആകെ 4 ചാപ്റ്റേഴ്സ് മാത്രമേ ചോദ്യമുള്ളൂ. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈന്, പ്ലെയിന്, ലോസ് ഓഫ് മോഷൻ. ഈ പറയുന്ന 4 ചാപ്റ്റേഴ്സ് മാത്രമേ ചോദ്യമുണ്ടായിരുന്നു. കൊറോണ കഴിഞ്ഞ് ഫസ്റ്റ് നമ്മുടെ അഡ്മിഷൻസ് ഒക്കെ ലേറ്റ് ആയിരുന്നു, കോവിഡ് കഴിഞ്ഞുകൊണ്ട്. അതുകൊണ്ടായിരുന്നു ആ പരീക്ഷയുടെ മാറ്റം. വെയിറ്റേജ് സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ഈ 4 ചാപ്റ്റേഴ്സേ കാണാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. സോ ആ വർഷം കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്ത് വേണ്ട, കാരണം അതിന്റെ ആ ലെവലിലല്ല ചോദ്യ പേപ്പർ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. സോ പിന്നീട് നിങ്ങൾക്കുള്ളത്, നമ്മുടെ മുന്നിലുള്ളത് 3 വർഷങ്ങളിലെ ചോദ്യ പേപ്പേഴ്സ് ആണ്. 17, 18, 19 കാണാൻ പറ്റും. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ചെറിയൊരു മാറ്റവും കൂടെ വന്നിട്ടുണ്ട്. നമ്മുടെ സിലബസ് ഒക്കെ കുറെ കട്ട് ഷോട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ചെറിയൊരു ഫ്ലക്ച്വേഷനും ഈ വർഷം എന്ത് ചെയ്യാം ഉണ്ടാകാൻ. പക്ഷേ കെമിസ്ട്രി പോലെ ചാപ്റ്റേഴ്സ് എടുത്ത് മാറ്റിയിട്ടില്ല. പക്ഷെ നമുക്ക് ടോപ്പിക്സിൽ ചെറിയ രീതിയിലുള്ള ഫ്ലക്ച്വേഷൻസും കാര്യങ്ങളും എലിമിനേഷനും ഉണ്ട്. സോ അത് നമ്മുടെ വെയിറ്റേജിൽ കൂടി റിഫ്ലക്ട് ചെയ്യും. നമുക്ക് തുടങ്ങാം. സാറേ ലേറ്റ് ആക്കുന്നില്ല. സോ ഇവിടെ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മക്കളെ. ഇവിടെ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ വരെ നമ്മൾ ചാപ്റ്റേഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ പല ലൈവിലും നമ്മൾ സ്ട്രെസ് ചെയ്തത് ഫ്ലൂയിഡ്സ് വരെ ആയിരുന്നു. മക്കൾക്ക് സംശയം ഉണ്ടാവും, സാറേ തെർമൽ പ്രോപ്പർട്ടീസ് വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ. യെസ്, തീർച്ചയായും നമുക്ക് പറയാം. അതായത് 2019 മാത്രമാണ് തെർമൽ പ്രോപ്പർട്ടീസ്. അതിന് മുന്നോട്ട് ഫ്ലൂയിഡ്സ് വരെയാണ് ചാപ്റ്റർ. ഫ്ലൂയിഡ്സ് ചോദിക്കുകയാണെങ്കിൽ തന്നെയും ബെർണോളിസ് വരെയാണ് ചോദിക്കുന്നത്. ഈ വർഷം മാത്രമാണ് കാപ്പിലറൈസ് ചോദിച്ചിരിക്കുന്നത്. ആ വർഷം തന്നെ തെർമൽ പ്രോപ്പർട്ടീസും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം, അനലൈസ് ചെയ്യാം. സോ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, ഫിസിക്കൽ വേൾഡ് കംപ്ലീറ്റ്ലി എടുത്ത് ഒഴിവാക്കിക്കോ, വേണ്ട. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് തുടങ്ങാം. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് 17 6 മാർക്ക്, 18 10 മാർക്ക്, 19 8 മാർക്ക്. നിങ്ങൾക്ക് തോന്നാം ഇത്ര വലിയ ഫ്ലക്ച്വേഷൻസ് മാർക്കിനകത്ത്. ഈ ക്രിസ്മസ് എക്സാമിന് അങ്ങനെയാണ് മക്കളെ. ഒരു നല്ല രീതിയിൽ എന്താണ്, ചില സമയത്തൊക്കെ ചില ചാപ്റ്ററിൽ നല്ല രീതിയിൽ മാർക്ക് കൊടുക്കും, ചിലപ്പോൾ വളരെ എന്ത് മാർക്ക് കുറയും. അങ്ങനെ ചെറിയ ഫ്ലക്ച്വേഷൻ ഒക്കെ ഉണ്ടാകുന്നതാണ്. അത് ക്രിസ്മസ് എക്സാമിന്റെ കുഴപ്പമാണ്. പക്ഷെ മക്കളെ, ഇവിടെ നിങ്ങൾക്ക് തോന്നും ഈ പറയുന്ന 3 വർഷങ്ങളിലും എറേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക് നമ്മുടെ സിലബസിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കറന്റ്ലി ആ ഒരു ടോപ്പിക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. സോ ഈ വെയിറ്റേജ്, ആ ഡിസ്റ്റൻസിന്റെ മെഷർമെന്റ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു, അതും എടുത്തു മാറ്റിയിട്ടുണ്ട്. സോ ഇതിലും വലിയ മാറ്റം നമ്മുടെ വെയിറ്റേജിൽ വരാൻ സാധ്യതയുണ്ട്. തീർച്ചയായും 2023 വരാം. എന്നാലും നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു പ്രഡിക്ഷൻ നടത്താം. നമുക്കൊരു 8 മുതൽ ഒരു 10 വരെ എന്ത് ചെയ്യാം. തീർച്ചയായും ഈ ചാപ്റ്ററിന് വെയിറ്റേജ് വരും. ഉറപ്പായിട്ടും 8 മുതൽ 10 വരെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഇനീഷ്യൽ ചാപ്റ്ററാണ്. അടുത്ത സ്ട്രൈറ്റ് ലൈൻ. എന്തുകൊണ്ടാണ് സ്ട്രൈറ്റ് ലൈൻ ഇത്രയും കുറവ് വെയിറ്റേജ് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം? 2022, 2021 മാർക്കിന്റെ ചോദ്യമാണ്. ആ വർഷം ഒഴിവാക്കുക. എങ്കിൽ പോലും 17, 19 4 മാർക്ക് എന്ന് പറഞ്ഞാൽ അവിശ്വസനീയം എന്ന് മാത്രമേ പറയാം. അതെ, ഇപ്പോഴത്തെ കഴിഞ്ഞ വർഷത്തെ ബോർഡ് എക്സാമിനും ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആയിരുന്നു. നമ്മുടെ ബോർഡ് എക്സാംസിന്, പബ്ലിക് എക്സാമിന് വലിയ മാർക്കിന് ചോദ്യം ചോദിക്കുന്ന ചാപ്റ്റർ ആണ്. ഈ പറയുന്ന 5 മാർക്ക് ഒന്നും അല്ല, ഒരിക്കലുമല്ല. തീർച്ചയായും ഒരു 8 to 9 മാർക്കിന് വരെ എന്തായാലും പരീക്ഷയിൽ ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ തന്നെ 1 ഡയമെൻഷൻ മോഷൻ എന്ന് പറയും. നോ ഡൗട്ട്. അടുത്തോട്ട് കിടക്കാം സാറേ. പ്ലെയിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇനീഷ്യലിയൊക്കെ വലിയ മാർക്ക്, പിന്നെ 4 മാറി. മക്കളെ, ഈ വർഷത്തിന് എന്തോ ഒരു പ്രശ്നം ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു പ്ലെയിൻ, എനിക്ക് തോന്നുന്നു ഏകദേശം ഞാനൊരു പ്രഡിക്ഷൻ നടത്തുവാണ് 10 to 12 വരെ. അത്രയും മാർക്കിന് വെയിറ്റ് ചെയ്യും. കാരണം പ്രൊജക്ടൈൽ മോഷൻ എന്തായാലും ഒരു വലിയ ചോദ്യം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ യൂണിഫോം സർക്കുലർ മോഷനുമായി ബന്ധപ്പെട്ട് വലിയൊരു ചോദ്യം എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. ബാങ്കിങ് ഓഫ് ഫ്രോഡ് ആയിരിക്കും മനസ്സിൽ ആദ്യം വരുന്നുണ്ടാവുക. ശരിയാണ്, വലിയ പ്രശ്നമുണ്ട്. മെയിൻ കാരണം വെച്ചാൽ
ഒന്നാമത്തെ കാര്യം മെക്കാനിക്കൽ പ്രൊഡക്റ്റ് ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ 16 മാർക്കിന് ഇവിടെ രണ്ടിടത്ത് വന്നിരിക്കുന്ന ബെർണോളിസ് പ്രിൻസിപ്പിൾ പഠിച്ചാൽ മതിയായിരുന്നു. അതുകൊണ്ട് 3 5 പിന്നെ എക്സ്ട്രാ ഒരു അപ്പൊ ഈ ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജ് മുഴുവൻ എടുത്ത് താഴോട്ട് പോയിരിക്കും. എന്തായാലും ലോസ് ഓഫ് മോഷൻ നല്ല രീതിയിൽ വെയിറ്റേജ് ഉള്ള ചോദ്യം ഉറപ്പിച്ചു വരും മക്കളെ, ഒരു സംശയമില്ല. ഒരു 10 മാർക്കെങ്കിലും മിനിമം ചോദ്യം അതിനകത്ത് വന്നു. ഞാൻ അതിലും കൊടുക്കുന്നു 10 to 12. തീർച്ചയായും കാരണം വലിയൊരു ഭീമാകാരൻ ചാപ്റ്റർ തന്നെയാണ്. അടുത്ത് വർക്ക് ചെയ്യാൻ പവർ. വർക്ക് ചെയ്യാൻ പവറിന് ഈ പറഞ്ഞ 2022 ചോദ്യമേ ഇല്ല. യെസ്, ബാക്കിയുള്ളത് 8 3 9 ആണ്. നമുക്ക് 8 മാർക്ക് എന്തായാലും ആവറേജ് നമുക്ക് വർക്ക് നമുക്ക് കൊടുക്കാം. തീർച്ചയായും ചോദ്യം വന്നിരിക്കും. അടുത്ത റൊട്ടേഷൻ മോഷൻ ആണ്. എല്ലാത്തിനും ഒരു സ്റ്റാൻഡേർഡ് വെയിറ്റേജ് ആണ് റൊട്ടേഷൻ മോഷൻ. ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് ഈ വർഷങ്ങളിലൊന്നും, അതായത് ഈ വർഷങ്ങളിലെല്ലാം പാരലാക്സിസും അത് മാത്രമല്ല റൊട്ടേഷൻ മോഷൻ അങ്ങനെ വലിയൊരു മാറ്റം എനിക്ക് തോന്നുന്നു ആ ചാപ്റ്ററിന്റെ ഒരു 40% കളഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും ആവശ്യമില്ല. 7 മാർക്കും 7 to 8 നമുക്ക് ചാപ്റ്റർ ആണ്. ഇപ്പോഴും ഒരു വലിയ മാറ്റമൊന്നും അതിന്റെ ഡെറിവേഷൻസ് ഇല്ല. ആകെ ജിയോ സ്റ്റേഷനറിയും പോളാർ സാറ്റലൈറ്റും മാത്രമേ. സോ ഇതേ മാർക്ക് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. ഒരു മാറ്റം ഞാനൊരു 12 to 14 കൊടുത്തു. ഇതിനേക്കാൾ കൂടാൻ മാത്രമേ സാധ്യതയുള്ളൂ. സോ ഒരിക്കലും കുറയില്ല. അടുത്ത സോളിഡ് ഒന്നും നോക്കാനില്ല. 5 മാർക്ക് വെയിറ്റേജ് എന്തായാലും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. 5 മാർക്കാണ് ഫ്ലൂയിഡ്സിനെ കുറിച്ച് പറയും. അവിടെയാണ് പ്രശ്നം. ഫ്ലൂയിഡ്സ് കംപ്ലീറ്റ്ലി ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ഉണ്ടായി കഴിഞ്ഞു വെച്ചാൽ വലിയ മാർക്കിന് വെയിറ്റേജ് വരും. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന് മൊത്തം ചാൻസ് എന്ന് വെച്ചാൽ ചിലപ്പോൾ ബെർണോളിസ് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അവസാനം വരാൻ സാധ്യത. ടൈം ഗ്യാപ്പ് അവർക്ക് പഠിക്കാനായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഫുള്ളി പഠിക്കുക. എന്തായാലും മുഴുവനായിട്ട് പഠിക്കാം. അവസാനത്തെ എക്സാമിന് എന്തായാലും പഠിച്ചു വെച്ചു. സോ ഈ 16 മാർക്കൊന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു 10 മാർക്കൊക്കെ എന്തായാലും 8 to 12 ഒക്കെ നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. 10 to 12 അത്രയൊക്കെ 16 മാർക്കിന് വന്നു വെച്ചാൽ മുകളിലുള്ള ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജ് മുഴുവൻ താളം തെറ്റുന്ന തരത്തിലായിരിക്കും ഉണ്ടാവുക. സോ അതെന്തായാലും പ്രഡിക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ തെർമൽ പ്രോപ്പർട്ടീസ് പല കുട്ടികളും എന്നോട് വരെ പേഴ്സണലി ഇൻസ്റ്റൽ ചോദിക്കും, സാർ തെർമോഡൈനാമിക്സും ടീച്ചർ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെയുള്ള ചോദ്യ പേപ്പറിൽ ഒന്നിലും തെർമോഡൈനാമിക്സ് ചോദ്യമില്ല മക്കളെ. സോ ആകെ 2019 തെർമൽ പ്രോപ്പർട്ടീസ് ഉള്ള ചോദ്യം വന്നിട്ടുള്ളത്. സോ തെർമൽ പ്രോപ്പർട്ടീസിന്റെ കാര്യം ചാപ്റ്റർ വൈസ് എന്തായാലും വിശദമായി പഠിക്കണമെന്ന് നമ്മൾ പറയത്തില്ല. നമുക്ക് അതിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് സൂപ്പർ 60 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ എല്ലാ ചാപ്റ്ററും നിങ്ങൾ പഠിച്ചിട്ട് മാത്രമേ എക്സാമിന് പറഞ്ഞേക്കത്തുള്ളൂ. സോ ഈ പറയുന്ന തെർമൽ പ്രോപ്പർട്ടീസ് ചോദ്യം വരുവാണെങ്കിൽ എന്റെ മക്കൾക്ക് എഴുതാൻ കാപ്പബിൾ ആക്കിയിട്ട് ഞങ്ങൾ പറഞ്ഞേക്കത്തുള്ളൂ. സൂപ്പർ 60 എന്തായാലും തെർമൽ പ്രോപ്പർട്ടീസ് ഉള്ള ചോദ്യം നിങ്ങൾക്ക് പഠിപ്പിച്ചാലും തെർമോഡൈനാമിക്സ് മാറ്റി വെച്ചേക്ക്. കാരണം ഈ വർഷങ്ങളിലൊന്നും ചോദിക്കാത്ത ഒരു ചാപ്റ്റർ ഒരിക്കലും നമ്മുടെ 2023 ചോദിക്കുമെന്ന് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. സോ ഇതാണ് മക്കളെ നമ്മുടെ വെയിറ്റേജ് സിസ്റ്റം. എല്ലാവർക്കും നമ്മൾ ഒരു ആവറേജ് ഉള്ളൂ, എക്സാക്ട്ലി പറയാൻ പറ്റില്ല. ഗവൺമെന്റിന്റെ ഭാഗത്ത് അങ്ങനെ ഒരു സാധനം വരത്തൂല. സോ നിങ്ങൾ പഠിക്കും. അപ്പൊ മക്കളെ നന്നായിട്ട് പഠിക്കുക. സൈലൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഞങ്ങൾ കട്ടൊക്കെ കാണും. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയി കാണാം. തീർച്ചയായും. ബൈ ബൈ.